ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ എല്ലാവരെയും ഞടുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഉമ തോമസ് MLAക്ക് സംഭവിച്ച അപകടം. അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. എത്ര വലിയൊരു അപകടമാണ് സംഭവിച്ചത്. എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് ഉമ. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എന്തായാലും ഉമയുടെ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുത്ത് ഉമ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. MLAക്ക് സംഭവിച്ച അപകടത്തിൻ്റെ പ്രധാന കാരണം സുരക്ഷാ വീഴ്ചയാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഈ സേഫ്റ്റിക്ക് എന്ത് വിലയാണുള്ളത്. MLAക്ക് അപകടം സംഭവിച്ചത് കൊണ്ട് അത് വലിയ ചർച്ചാ വിഷയമായി. സേഫ്റ്റി എന്നതിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഭയാനകമാണ്. എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നൊരു ചിന്ത വരുമ്പോൾ സേഫ്റ്റിയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തയില്ലാതായി പോകുന്നു. നമ്മൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്താറുണ്ട്, റോഡുകൾ നിർമ്മിക്കാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് റോഡുകൾ പണിയാറുണ്ട്, പാലങ്ങൾ പണിയുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ പലപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇനി അത് നടത്തിയാൽ തന്നെ പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായിട്ട് മാറുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ടൗൺ, എറണാകുളം ടൗണിൽ നമുക്ക് താഴെ നോക്കി തന്നെ നടക്കേണ്ടതായിട്ട് വരും. ടൈൽസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അപ്പം ഞാൻ തമാശയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ റോട്ടിലൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോഴേ പണ്ട് ഈ സുഹൃത്തുക്കളെയൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ അതിന് സാധ്യതയില്ല. കാരണം നമ്മൾ അവരെയൊക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ വീഴും. അത് വളരെ ലജ്ജാകരമാണല്ലേ. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ മുന്നിലാണെന്ന് പറയുമ്പോഴും ഈ മനുഷ്യജീവന് വിലയില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ അപമാനകരമാണ്. ഒരു ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 മാസമെങ്കിലും നമ്മൾ വീട്ടിലിരിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമല്ലേ ഇങ്ങനെ യാതൊരു പ്രയോജനവും ഇല്ലാതെ തള്ളി നീക്കേണ്ടി വരുന്നത്. ഇപ്പോൾ MLAക്ക് സംഭവിച്ച അപകടത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കണം, സുരക്ഷാ വീഴ്ച വരുത്തിയ ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ റോട്ടിൽ അപകടം പറ്റുന്ന എത്രയോ പേരുണ്ട്. സുരക്ഷാ വീഴ്ച കൊണ്ട് മാത്രം അപകടം പറ്റുന്നവർ. അപ്പോൾ അതിന് ഉത്തരവാദികളായവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ട് കാണാറില്ല. ഇനി റോഡ് അപകടം മാത്രമല്ല കേട്ടോ നമ്മുടെ സേഫ്റ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന് സേഫ്റ്റി ഇല്ല, മരുന്നുകൾക്ക് പോലും സേഫ്റ്റി ഇല്ല. ഒരു കാര്യത്തിൽ നമുക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേഫ്റ്റി. ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അവകാശമാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. മനുഷ്യരുടെ ആവശ്യങ്ങൾ പല ലെവലിലുള്ളതാണ്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യമാണല്ലേ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സുരക്ഷിതത്വം. ഒരു മനുഷ്യൻ്റെ അവകാശവും ആവശ്യവുമാണ്. നമ്മൾ പല ആവശ്യങ്ങളുടെയും പിന്നാലെ പരക്കം പായുമ്പോൾ സേഫ്റ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? ഞാൻ ചാനലിൽ സാധാരണ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസാണ് ഇടാറുള്ളത്. ജീവിച്ചിരുന്നാലല്ലേ അതിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. ഈ വാർത്ത കേട്ടപ്പോൾ സേഫ്റ്റി ഒരു ചർച്ചാ വിഷയമാക്കണമെന്ന് തോന്നി. ഇന്ന് നമുക്ക് അപകടങ്ങൾക്കെതിരെ സേഫായിട്ടിരിക്കേണ്ടതിനെക്കുറിച്ച് സംസാരിക്കാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ സുരക്ഷിതരായിരിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഒരു വ്യക്തിക്ക് അപകടം പറ്റിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അപകടമുണ്ടായ വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് സേഫായിട്ടിരിക്കാനുള്ള അവകാശത്തോടൊപ്പം തന്നെ സേഫായിട്ടിരിക്കാനുള്ള ഉത്തരവാദിത്വവും കൂടി നമുക്ക് ഏറ്റെടുക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സേഫ്റ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ്. ആക്സിഡൻസ് ആർ നോട്ട് ആക്സിഡൻ്റൽ. അത് ആരുടെയൊക്കെയോ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. അശ്രദ്ധ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആ ഒരു ഏകാഗ്രത, മനസാന്നിധ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് കഴിയുന്നതും ഒഴിവാക്കണം, ബോധപൂർവം തന്നെ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത ഐ ഷുഡ് ബി സേഫ്. സേഫ്റ്റി എന്നുള്ള വാക്കിനെ ചേർത്ത് പിടിക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും പുറത്ത് യാത്ര ചെയ്യുമ്പോഴും ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനിടയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞും കൂടി ട്രെയിനിലേക്ക് കയറി. അപ്പോൾ അമ്മ ഇങ്ങനെ മൊബൈലിൽ ആരോടോ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കയറിയത്. മറ്റേ കയ്യിൽ കുഞ്ഞുണ്ട്.
പക്ഷെ അകത്ത് കയറിയപ്പോൾ അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ കൈ വിട്ടു, കാരണം മൊബൈൽ കയ്യിൽ നിന്ന് വിടാൻ പറ്റില്ല. കുഞ്ഞിനെ വിട്ടു. അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വാതിൽ തുറന്നതും കുഞ്ഞ് ആ വാതിലിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോഴും അമ്മയുടെ പകുതി ശ്രദ്ധ മൊബൈലിലാണ്. അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ചുറ്റും അപകട സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഈ മൊബൈല് എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കുമ്പോൾ നോക്കിയാൽ പോരെ? നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി ഇത് നോക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എത്ര ബുദ്ധിയില്ലാതെയാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരുപാട് കെയർഫുൾ ആകേണ്ടിയിരിക്കുന്നു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അപകടങ്ങൾക്കുള്ള വലിയൊരു കാരണമാണ് കേട്ടോ ടൈം മിസ്മാനേജ്മെൻറ്റ്. ഈ സമയം അറ്റപ്പറ്റയായി നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴും ട്രെയിനിലിരിക്കുമ്പോൾ ട്രെയിൻ വിടാൻ നേരത്ത് കണ്ണടച്ച് പിടിക്കാറുണ്ട്. എന്താ കാരണമെന്നോ, ആരെങ്കിലുമൊക്കെ ഓടി വന്ന് ഇങ്ങനെ ട്രെയിനിലേക്ക് ചാടിക്കയറുന്നത് കാണാം. എത്ര അൺസേഫ് ആണല്ലേ! ജീവൻ തന്നെ പണയപ്പെടുത്തിയിട്ടാണ് ഈ വന്ന് കയറുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ലല്ലോ, സമയത്തിന് നമ്മൾ സ്റ്റേഷനിലെത്തിയില്ല. വീട്ടിലും അങ്ങനെയാണ്. വേണ്ടത്ര സമയം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നീക്കി വെച്ചില്ലെങ്കിൽ അത് വെപ്രാളം പിടിച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ. ഒരു കരുതലിനുള്ള സമയം നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഇവിടെയൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് റഷ്ഡ് ആൻഡ് ലേറ്റ്, എവിടെയും വെപ്രാളപ്പെട്ടെത്തുക. ഇത് മാറ്റിയാൽ തന്നെ പകുതി അപകടങ്ങൾ ഒഴിവാകും. മൂന്നാമത്തെ കാര്യം, നാം കൂടുതൽ പൗരബോധമുള്ളവരായി മാറേണ്ടിയിരിക്കുന്നു. യു ഗെറ്റ് വാട്ട് യു ഡിസേർവ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ അർഹിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത്ര പൗരബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ പൂർത്തീകരിച്ച റോഡിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് കണ്ടത്, റോഡിൻ്റെ സൈഡിലേക്കുള്ള ആ ഫിനിഷിംഗ് ഉണ്ടല്ലോ, അവിടെ സ്ലോപ്പ് ചെയ്യാതെ ചെത്തി നിർത്തിയിരിക്കുകയാണ്. ബൈക്കുകാരൊക്കെ അവിടെ തീർച്ചയായിട്ടും മറിഞ്ഞു വീഴും. അവിടെയും പണം ലാഭിക്കാനുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കണം, അല്ലാതെ പിന്നെ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ റോഡ് ഉപയോഗിക്കുന്നവരെ കുറിച്ച് കരുതലില്ലാതെ പണം ലാഭിക്കുന്നതിനെ കുറിച്ച് മാത്രം കരുതൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രം കാര്യമില്ല, ഫോളോ അപ്പ് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരികളുടെ സമീപനത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ താഴെ ഫ്ലോറിലൊരു വിടവിലൂടെ എൻ്റെ സാരിയുടെ ഒരു ഭാഗം താഴേക്ക് പോയി. എന്നിട്ട് വീലെ ചെന്ന് അത് ചുറ്റിപ്പിടിച്ചു. ചില സാരികളൊക്കെ വളരെ സ്ട്രോങ് അല്ലേ, പെട്ടെന്ന് കീറി അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇതിങ്ങനെ വീലയിൽ ചുറ്റിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് ആരോ താഴേക്ക് വലിക്കുന്ന പോലെ ഇങ്ങനെ തോന്നി. ഞാൻ വേഗം കണ്ടക്ടറോട് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. നോക്കുമ്പോൾ എൻ്റെ സാരി ഇങ്ങനെ ആ വിടവിലൂടെ താഴേക്ക് പോയി ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്കത് ഫീൽ ചെയ്തതുകൊണ്ട് വണ്ടി നിർത്തുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് ഞാൻ കേസ് കൊടുത്തു. KSRTCക്കെതിരെ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങി. നമ്മൾ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം എന്താണെന്നോ, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ് സേഫ്റ്റി ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ചെരുപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതാണോ? പലപ്പോഴും അല്ല എന്നത് തന്നെയാണ് ഉത്തരം. പൊക്കം കുറവാണെന്നും പറഞ്ഞ് ചിലർ ഹൈ ഹീൽ ഷൂ ഇടും, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി ഹൈ ഹീൽ ഷൂ ഇടും. ഡ്രസ്സ് വളരെ ഇൻകൺവീനിയൻ്റായി നമുക്ക് യാതൊരു സേഫ്റ്റിയും തരാത്ത വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ച് പുറത്തേക്ക് പോവാറുണ്ട്. എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാനാണ്. പക്ഷേ അവിടെ നമ്മുടെ സേഫ്റ്റി അപകടത്തിലാണ്. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഉപയോഗിക്കണം. ഞാൻ കുറേ നാളായിട്ട് ഗ്രിപ്പുള്ള ക്യാൻവാസ് ഷൂ ആണ് ഉപയോഗിക്കുന്നത്. 2 തവണ ഞാൻ റോട്ടിൽ വീണു, ചെരുപ്പ് സ്ലിപ്പ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തിന് ഞാൻ ഇങ്ങനത്തെ ചെരുപ്പുകളിട്ട് അപകടത്തിൽപ്പെടണം? അതിൻ്റെ ആവശ്യം എന്താണ്? അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ. വീടിനൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ മാർബിളും ടൈൽസും ഒക്കെ ഉപയോഗിക്കാറില്ലേ? അതുകൊണ്ട് മാത്രം എത്രയോ അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ ആ പഴയ സിമൻറ്റ് തറ, ധൈര്യമായിട്ട് ഞാൻ അതിലൂടെ നടന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തു, ഇത് മാറ്റി ടൈൽസും മാർബിളും ഒക്കെ ഇട്ട് ആളെ വീഴ്ത്താൻ ശ്രമിച്ചില്ലല്ലോ. എയർപോർട്ടിലുള്ള ഈ ടൈൽസും മറ്റ് സംവിധാനങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. ഒരിക്കൽ ഞാൻ ഈ എയർപോർട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന മനുഷ്യൻ സ്ലിപ്പ് ചെയ്തൊരൊറ്റ വീഴ്ച, അതിഭീകരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു കേട്ടോ.
എന്തിനാണ് ഈ കാഴ്ചയ്ക്ക് വേണ്ടി ഇതിനും മാത്രം നമ്മളിതെല്ലാം മോടി പിടിപ്പിക്കുന്നത്? എൻ്റെ വീട്ടിലും ടൈൽസാണ് ഇട്ടിരിക്കണത്. പല സ്ഥാപനങ്ങളിലും കണ്ടിട്ടില്ലേ, ഈ പുറം കാഴ്ചയ്ക്ക് വേണ്ടി എത്രയോ പണം ചെലവാക്കി നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു. അഞ്ചാമത്തെ കാര്യം, മനുഷ്യർക്ക് പൊതുവെ സാഹസികതയോട് താല്പര്യമുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടം ആലോചിക്കണം, സേഫാണോ? നമ്മൾ കുഞ്ഞുങ്ങളെയും പല കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവിടെയും സേഫ്റ്റി ഫസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങൾ വീണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സേഫ്റ്റി കഴിഞ്ഞിട്ട് വേണം സാഹസികതയും. ആറാമത്തെ കാര്യം, സീനിയർ സിറ്റിസൺസിനോട് സ്പെഷ്യലായിട്ട് പറയാനുള്ളതാണ്. ആക്സിഡൻറ്റ്സ് പലപ്പോഴും സീനിയർ സിറ്റിസൺസിന് പാരയായി മാറാറുണ്ട്. പലരുടെയും മരണ കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ആക്സിഡൻറ്റ്സ്. പ്രത്യേകിച്ചും പ്രായമായി മരിക്കുന്ന പലർക്കും സംഭവിക്കുന്നത് അതാണ്. അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, അച്ഛൻ ഈയിടെ ഒന്ന് വീണു, പിന്നെ കിടപ്പിലായിപ്പോയി. കിടപ്പിലായതോടുകൂടി ആക്ടിവിറ്റീസ് എല്ലാം നിന്നു, മസിൽസിൻ്റെ ബലം കുറഞ്ഞു, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിക്കാതെയായി. നമ്മൾ മൂഡ് ഔട്ട് ആകുമല്ലോ. പ്രായമായവരെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നം, പെട്ടെന്ന് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പ്രായമായി കഴിഞ്ഞ ഒരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നാൽ പോലും അതിൻ്റെ പാടുകൾ മാറാൻ ഒരുപാട് കാലം എടുക്കും. ചെറുപ്പത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് സെൽസ് എല്ലാം റീകൂപ്പ് ചെയ്ത് ആ പാടുകളൊക്കെ മാഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് ഈ പ്രായമായി വരുമ്പോഴേ നമുക്ക് ശാരീരികമായിട്ടുള്ള പരിമിതികൾ സംഭവിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിച്ചാടി നടന്നവർ പെട്ടെന്ന് അതേക്കുറിച്ച് ഓർക്കണമെന്നില്ല. അത് ഓർക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്, സേഫ്റ്റി ഫസ്റ്റ്. സേഫായിട്ടിരിക്കുക എന്നുള്ളത്, അപകടങ്ങളിൽ പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ജീവിതത്തിലെ വളരെ വലിയൊരു ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും പ്രാധാന്യമുള്ളൂ എന്ന ഉറച്ച ചിന്ത. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ആരെയും പേടിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല കേട്ടോ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് പല സ്വപ്നങ്ങൾ കാണുന്നവരാണ്. നമുക്ക് അങ്ങനെയാകണം, ഇങ്ങനെയാകണം. അതിനൊക്കെ ബേസിക്കായിട്ട് നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ സാധ്യതയുള്ളൂ. നമ്മൾ ന്യൂ ഇയറിൽ വിഷ് ചെയ്യുമ്പോൾ വിഷ് യു എ സേഫ് ന്യൂ ഇയർ എന്ന് പൊതുവെ പറയാറില്ല. പക്ഷേ ഒരു ഹാപ്പി ന്യൂ ഇയർ ആകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് സേഫായിട്ടിരിക്കുക എന്നുള്ളത്. ആ ഒരു അവബോധം കുറച്ചെങ്കിലും ഉണ്ടാകാൻ എൻ്റെ വീഡിയോ സഹായിച്ചെങ്കിൽ എനിക്ക് സന്തോഷമായി. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.